ചങ്കളെ നമസ്കാരം. നമ്മളെല്ലാവരും ഇന്നലെ കണ്ണൂരിൽ നിന്നൊരു വാർത്ത കേട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ അവരുടെ മകൻ കൊലപ്പെടുത്തിയ ഒരു വാർത്തയാണ്. അതുമാത്രമല്ല, അതിൻ്റെ അടിയിൽ വന്നിട്ട് പറയുന്നുണ്ട് അവർ സംഘിണിയല്ലേ, അതുപോലെ ശാഖയിൽ പോയതുകൊണ്ടല്ലേ, അങ്ങനെയൊക്കെ അല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് കമൻറ്റും കണ്ടു. ആ കമൻറ്റിന് ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ അഫാൻ എന്ന് പറയുന്ന ഒരു തൻ അവൻ്റെ ഉമ്മമാനെയും കൂടപ്പറപ്പിനെയും ഒക്കെ ഇതുപോലെ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിലും വന്നിട്ട് ഇതുപോലെയുള്ള കമൻ്റ് ആയിരുന്നു. അതായത് ഇവനെ മദ്രസയിൽ പോയിട്ടല്ലേ അല്ലെങ്കിൽ മറ്റേടത്ത് പോയിട്ടല്ലേ എന്ന്. ഇതൊന്നുമല്ല, വേറെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുമ്പ് മലപ്പുറത്തൊന്നുണ്ടായ ടീച്ചർമാർ പോയ ഒരു വണ്ടി അപകടത്തിൽപ്പെട്ടു. അതിൻ്റെ അടിയിൽ വന്നിട്ട് ഒരു പോഴം വന്നെഴുതിയ കമൻ്റ് ഉണ്ട്. എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയണ്ടല്ലോ. അതായത് എന്താ പറഞ്ഞ പേര്, രഘുനാഥൻ എന്തോ പറഞ്ഞിട്ട് ഒരുത്തൻ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഭ്രാന്തന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുക. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയെ മകൻ കൊല്ലാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിക്കാൻ അയക്കുമ്പോൾ ദൂരദേശത്തൊക്കെ ആണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഞാൻ പലപ്പോഴും പറയുന്നതാണ്, നമ്മൾ ബാംഗ്ലൂരിലൊക്കെ മക്കളെ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ഇനി അഥവാ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കാര്യങ്ങളൊന്നും ഇടപെടൂല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അമ്പാൻ കളിക്കാനാണ് പോകുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അമ്പാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫഹദ് ഫാസിലിൻ്റെ ആവേശം എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് അതേപോലെ എടാ ഇവിടുന്ന് കുറച്ച് അടിച്ചാൽ കുഴപ്പമൊന്നും ഇല്ലടാ, 2 അടിച്ചിട്ട് നമുക്ക് നോക്കാടാ, എടാ ഞാൻ അടിച്ചപ്പോൾ സ്വർഗം കണ്ടിട്ടുണ്ടാ, എടാ ഇതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മളിങ്ങനെ വെള്ളത്തിൽ നടക്കുന്ന പോലെ നമുക്ക് തോന്നും. പ്രലോഭനങ്ങളിൽ വീഴാതെ ആൾക്കാരുണ്ടാ. അതായത് 4ഓ 5ഓ കൂട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ സീനിയർ ഉണ്ടാവും, ചിലപ്പോഴും ജൂനിയർ ഉണ്ടാകും. ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ് പ്രലോഭിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് എത്തിക്കും. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവൻ എന്ന് പറഞ്ഞാൽ അടിമയാകും. ചില ആൾക്കാർ 1ഓ 2ഓ ഡോസ് കൊണ്ട് നിർത്തും. ഇപ്പോഴേ എനിക്കറിയുന്ന ഒരു ചങ്ങാതി ഇതിനിടക്കെന്താ പറഞ്ഞു അറിയാം, ചേട്ടാ ഒരു ദിവസം ഞാൻ അടിച്ചോട്ടാ, പിന്നെ ഞാൻ നിന്നിട്ടില്ല അതിന്. അപ്പോൾ അവൻ അടിമയായിട്ടുണ്ടെങ്കിലും അവൻ്റെ അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്ക്. അപ്പോൾ പ്രലോഭനങ്ങളിൽ വീണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാരായ കുട്ടികളാണെങ്കിൽ അവർ അതും നോക്കും. ഇപ്പോൾ ഈ ഒരു ക്രിസ്റ്റി എന്ന് പറയുന്ന പയ്യൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പണമുണ്ട്. അതായത് അമ്മയും അച്ഛനും ജോലി ചെയ്യുന്നതാണ്, വേറെ ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ചോദിക്കുമ്പോൾ പൈസ കൊടുക്കുന്ന ആ ചെറുക്കനെ നന്നായി അറിയാം. ആ ചെറുക്കൻ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു. അവൻ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ സിനിമയൊക്കെ കണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകെട്ടൊക്കെ എന്ന് പറഞ്ഞാൽ അലമ്പായി. നമുക്കറിയാലോ, ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ചില ആൾക്കാർ നല്ല വഴിയിൽ നടക്കും, ചില ആൾക്കാർ 2 മണിക്കും 3 മണിക്കും വലിയ വലിയ കൂട്ടുകളിൽ പെട്ട് അവരുടെ അടുത്ത് ചിലപ്പോഴും ഗുണ്ടായുസത്തിന് പോകുന്നവരുണ്ട്, പലതും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പല ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവിടെ നമ്മൾ ജയിച്ചു വരുന്നവരല്ലേ കണ്ടിട്ടുള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം, ഇന്നും ബാംഗ്ലൂരിൽ പബ്ബുകളിലൊക്കെ ജോലി ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവരെയൊക്കെ വീട്ടിൽ നിന്ന് ഇതുപോലെ പലതും പഠിപ്പിക്കാൻ വിട്ടതാണ്. ആ പഠിക്കുന്ന കാലത്ത് അവരൊക്കെ പോയിട്ട് പല പ്രശ്നങ്ങൾക്കും ചാടി പല കേസുകളിലും പെട്ട് ജീവിക്കാൻ ഗതിയില്ലാതെ പബ്ബുകളിലും അവിടെയും ഇവിടെയും ജോലി ചെയ്യുന്നുണ്ട്. എന്താ അറിയുക, അതായത് ഒന്ന് ജയിലിൽ പോയാക്കെല്ലാം പബ്ബുകളിലൊക്കെ നല്ല വിലയാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ചില ഗുണ്ടകളും റൗഡികളും മറ്റേവരൊക്കെ ആയിരിക്കും ഇതിൻ്റെ കാവൽക്കാരൊക്കെ ആയിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരുത്തൻ പുറത്ത് അകത്ത് അലമ്പ് കളിക്കുമ്പോഴേക്ക് അവനെ പിടിച്ച് വെളിയിലാക്കും. എന്തിനധികം പറയും, നമ്മുടെ കേരളത്തിൽ ഇവർ എന്താണ് ഗ്രൗണ്ട് സ്റ്റാഫ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഈ മയക്കുമരുന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ഒരുപാട് ഗുണ്ടകൾ ഉണ്ടാകും. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു സിനിമാ താരത്തിന്, ഒരു സിനിമാ നിർമ്മാതാവിൻ്റെ കോറയിൽ നിന്നും പിടിച്ച കുറേ വധക്കേസ് പ്രതികളാണ്. ഗുണ്ടകളെ കൊന്ന കേസിലാണ് പിടിച്ചത്. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ ഗുണ്ടകളുമായിട്ടും മറ്റവരുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ ഈ വലിയ വലിയ ആൾക്കാരാണ് ഇവരെ പോറ്റുന്നത്. കൃത്യമായി പറഞ്ഞ് ഇവർക്ക് വേണ്ട ആവശ്യങ്ങൾ മുഴുവൻ എന്തിനധികം പറയുന്നത് പെണ്ണിനെ വരെ കിട്ടുന്നതാണ് പറയുന്നത് കേൾക്കുന്നത്. അങ്ങനെ വെള്ളടിക്കാനായാലും പെണ്ണിനായാലും മറ്റേ നമ്മൾ ആവേശം സിനിമയില്ലേ, ആവേശം സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഒരു വകയൊക്കെ ഉള്ളത് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ അകത്ത് ആ 3 പിള്ളേർ പോയിട്ട് അതിൻ്റെ അകത്ത് വിട്ടുപോകുന്നതും അവർക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് കണ്ടപ്പോഴേ 2 പെണ്ണുങ്ങളെ കൊണ്ടുവരുന്നേയും ഈ കഥകളൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടതാണ്. അപ്പോൾ അതുപോലെ എനിക്ക് തോന്നുന്ന സംവിധായകൻ അറിഞ്ഞുകൊണ്ട് അത് വരച്ചു ചേർത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ അലമ്പാകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലവുമില്ല. അപ്പോൾ ആ ചെറുക്കൻ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിന്നെ കഞ്ചാവും മയക്കുമരുന്നിലും ഉപയോഗിച്ചിട്ടുണ്ട്. നാട്ടിൽ വന്നിട്ടും ആ ചെറുക്കനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആ ചെറുക്കൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്തു. ഇപ്പോഴും നമ്മളെല്ലാവരും പറയുന്നത് എന്താ, ചെക്കൻ മയക്കുമരുന്നാണ്, ചെക്കൻ ഇതാണ് അതാണ് എന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി ചെറുക്കൻ ചെയ്തിട്ടുണ്ട്. അതായത് അതിന് കൃത്യമായിട്ട് ചെറുക്കൻ ഓർമ്മയുണ്ട്. എന്താണെന്നല്ലേ, അതായത് ചെറുക്കൻ നേരെ പോയിട്ട് കീഴടങ്ങിയിട്ടുണ്ട് ഇവിടെ സ്റ്റേഷനിൽ. അപ്പോൾ ചെറുക്കൻ ആ ഒരു സമയത്ത് മയക്കുമരുന്നിലാണോ, അതൊരു ചിന്തിക്കേണ്ട വിഷയമാണ്. അവൻ പലപ്പോഴും അടിച്ചിട്ടുണ്ടാകും, വീട്ടിൽ ബഹളം വെച്ചിട്ടുണ്ടാകും, കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അവൻ ആ ഒരു സമയത്ത് എന്തായിരുന്നു അവൻ്റെ മാനസികാവസ്ഥ, അതൊന്ന് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. പിന്നെ നമ്മൾ അതുപോലെ തന്നെയാണ് കുറേ നാൾ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ അഫാൻ എന്ന് പറയുന്നവൻ്റെ അവൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഉമ്മച്ചി ഇതുപോലെ എന്താ പറയേണ്ടത് ഒരുപാട് കടങ്ങളും അതും ഇത് വരുത്തിച്ചു, അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നുള്ള തരത്തിൽ.
പിന്നെ പണ്ട് റിപ്പർ ചന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അയാളും പറഞ്ഞത് എന്താ വെച്ചാൽ എൻ്റെ അമ്മ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയതെന്ന്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ ഈ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ അവൻ്റെ ഒരു ജീവിതം, ആ ജീവിതം അവൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വീടുകളിലുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. ആ പ്രശ്നമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ആ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് ലഘൂകരിക്കരുത്. ശരിയാണ്, ഒരുപാട് പേർക്ക് നാണക്കേട് ഉണ്ടാകുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് നാണക്കേട് ഉണ്ടാകുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റു പലരുമായിരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ തന്നെയായിരിക്കും. അതായത് ഇന്നലെ ഇപ്പോൾ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു RSS BJP ആയതുകൊണ്ട് അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻറ്റുകളാണ്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ സ്ത്രീയെ പറ്റിയിട്ട് ആരെങ്കിലും മോശമായിട്ട് അവിടുന്ന് കഥകൾ പറഞ്ഞു വരുത്തിയിരുന്നോ, അത് ഈ പയ്യൻ്റെ ചെവിയിൽ കേട്ടിരുന്നോ, അത് ഈ പയ്യന് വലിയൊരു ആഘാതമായിരിക്കുമോ? പൊതുവേ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഗൾഫുകാരൻ്റെ ഭാര്യമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഒരുപാട് അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തീർന്നു കഥ, അവിടെയും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. ഇനിയിപ്പോൾ അവർ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പാർട്ടിക്കാരിയാണെങ്കിൽ അവൻ്റെ കൂടിയാണ്, അവൻ ഗൾഫിലല്ലേ, അവനിവിടെയല്ലേ എന്നുള്ള തരത്തിലും ഉണ്ടാകും. അത് ചിലപ്പോൾ ഈ ചെറുക്കൻ്റെ മനസ്സിനെ എങ്ങനെയാണെന്ന് സ്വാധീനിച്ചത് നമുക്ക് പറയാൻ കഴിയില്ല. ഇതെൻ്റെ ഊഹം മാത്രമാട്ടാ, ഞാൻ ഊഹം മാത്രമല്ല, ഇന്നൊരു പത്രത്തിൽ വന്നൊരു വാർത്തയും കൂടിയാണ്. അതായത് അമ്മയെ പറ്റിയിട്ട് പലതും പറയുന്നത് കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഇന്നൊരു പത്രത്തിൽ വന്നിരുന്നു. ഒരു കട്ടിങ്, അത്ര വലിയ പത്രമൊന്നുമല്ല കേട്ടാ, എന്നാലും ആ ഒരു വാർത്ത നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യൻ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കൂട്ടിക്കുഴക്കുമ്പോഴേ അവൻ മയക്കുമരുന്നടിക്കാൻ കാരണക്കാരൻ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞു പരത്തുന്നവരോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മയക്കുമരുന്ന് മാത്രമല്ല ഇതിൻ്റെ കാരണം. ചെറുക്കൻ മയക്കുമരുന്ന് അടിച്ചിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞല്ലോ, ബാംഗ്ലൂരിലാണെങ്കിൽ ചെറുക്കൻ ഇതിൻ്റെ വലയിൽ വീണിട്ടുണ്ടാകും. ഇനിയിപ്പോൾ കൊച്ചിയിൽ പോയാലും വീഴും കേട്ടോ, എവിടെയാലും, ബാംഗ്ലൂർ മാത്രമല്ല കൊച്ചി പോയാലും വീഴും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ചെറുക്കൻ ഇതിലേക്ക് വരാനുള്ള സാഹചര്യം ചിലപ്പോൾ ഇത് തന്നെയായിരിക്കാം. ഈ ഒരു സാഹചര്യം വളരെയധികം ഗുരുതരമാണ്. നമ്മൾ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇത് ആലോചിക്കൂല, നമ്മൾ ഈ സംഭവം ആലോചിക്കത്തേയില്ല. കാരണം എന്താ അറിയുക, ഇനി വേണ്ട. അപ്പം ഇപ്പം തന്നെ ഞാൻ ഒരുപാട് ആൾക്കാരുടെ കമൻ്റ് അവിടെ കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപമാനിക്കരുത് കുടുംബത്തെ, ആ കുടുംബം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ആണെങ്കിലും അവിടെ എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞ് പരത്തുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു സംശയം കേട്ടാ. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞ് അന്വേഷിക്കണം. കാരണം ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മളപ്പോഴും ഇതൊരു ഇങ്ങനെയുള്ളൊരു കേസാക്കിയിട്ട് അങ്ങ് വിടും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അന്വേഷിച്ച് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കഥകൾ നമ്മൾക്ക് കേൾക്കാൻ കഴിയും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. കുറച്ച് ദിവസം മുമ്പ് കോഴിക്കോട് ഒരു ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ഒരു പ്രശ്നം നടന്നിരുന്നു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞതിന് ശേഷവും മൊബൈൽ സന്ദേശം പോയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ മരിക്കുമ്പോൾ വായിൽ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് എങ്ങനെയാണ് മരിക്കുക. അപ്പോൾ അവിടെ എന്തോ പുറത്തു പറയാൻ കഴിയാത്ത ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ എങ്ങനെയാണോ ഇങ്ങനെ പറയാൻ കഴിയുന്നത്, ഒരു കുടുംബത്തെപ്പറ്റി എങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് വരും. പക്ഷേ നിങ്ങൾ മറ്റേ ശ്രീധുവിനെ ആലോചിച്ച് നോക്കണം. അതാണ് ഞാൻ പറയുന്നത്. ശ്രീധു എങ്ങനെയായിരുന്നു, അതായത് ശ്രീധുവിൻ്റെയും സഹോദരൻ്റെയും ബന്ധത്തിൽ എടങ്ങാറ് പിടിച്ച ആ കുട്ടീനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടതല്ലേ, കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇടയിൽ കളിച്ചത് ആരാണ്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശത്രുതയായിട്ടുള്ള രാഷ്ട്രീയമുണ്ടാകാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും തരത്തിലുണ്ടാകാം. എന്തൊക്കെയായാലും ആ ചെറുക്കനെ കൊണ്ട് ഇത് ചെയ്യിച്ചതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഒരു സംഭവം കൂടി ഉണ്ടാകും. എല്ലാം മയക്കുമരുന്നിൻ്റെ തലയിൽ വെച്ച് കൊടുക്കരുത്. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ.